എറണാകുളം കോതമംഗലത്തെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിച്ച രാസലഹരിയുമായി പെൺകുട്ടിയും സുഹൃത്തും പിടിയിൽ. ബംഗളൂരുവിൽ നിന്നെത്തിച്ച 37 ഗ്രാം MDMA ആണ് എക്സൈസ് പിടിച്ചെടുത്തത്. പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയായി മാറിയ പെൺകുട്ടിയാണ് പിടിയിലായത്. ഒരു പെൺകുട്ടി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് റിസാനയിലേക്ക് എത്തുന്നത്. ശാസ്ത്രീയ തെളിവുകൾക്ക് പുറമെ പ്രതിയെ കയ്യോടെ പിടികൂടാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി കോതമംഗലത്തേക്ക് എത്തിയപ്പോഴാണ് പെൺകുട്ടിയെ പിടികൂടുന്നത്. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരാണ് എക്സൈസിന്റെ വലയിലായത്. ബംഗളൂരിൽ നിന്ന് കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണത്തിനായി എത്തിച്ച 37.229 ഗ്രാം MDMA ഇവരിൽ നിന്ന് കണ്ടെടുത്തു. കോതമംഗലത്തെ സ്വകാര്യ കോളേജിൽ പഠിക്കാനെത്തിയ റിസാന മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ചാണ് ലഹരി വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരവല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. റിസാന നേരിട്ട് ബംഗളൂരിൽ പോയി എത്തിക്കുന്ന ലഹരിമരുന്ന് വിതരണം ചെയ്യാൻ അനന്തു പ്രസാദാണ് സഹായങ്ങൾ നൽകിയിരുന്നത്. പെൺകുട്ടി ആയതിനാൽ പരിശോധനകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നതായിരുന്നു ഇവരുടെ തന്ത്രം. പ്രതികൾ ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കോളേജ് വിദ്യാർത്ഥികളിലാണ് ഇവർ കൂടുതലും ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയും ഈ കോളേജ് കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അത്തരം ഒരു വ്യാപനം കൂടുതലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് തടയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അതിലൊരു ചെറിയ അളവിലെങ്കിലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് കോതമംഗലത്ത് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് എക്സൈസ് അറിയിച്ചു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എക്സൈസിന്റെ നീക്കം. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ക്യാമറാമാൻ അക്ഷയോടൊപ്പം ഖിലാഫ് അഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.